കാർഷിക വാർത്തകൾ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഖത്തറിലെ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കുന്നു. സംരക്ഷിത കൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുകയാണെന്ന് സർക്കാർ റിപ്പോർട്ട്. ഭക്ഷ്യസുരക്ഷയും സുസ്ഥിര കാർഷിക വികസനവും ലക്ഷ്യമിട്ട് ഖത്തർ സംരക്ഷിത കൃഷി വ്യാപിപ്പിച്ചതായി മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ 2025 വാർഷിക റിപ്പോർട്ട്. 6.54 ലക്ഷം ചതുരശ്ര മീറ്റർ തുറസായ ഭൂമി സംരക്ഷിത കൃഷിയിടങ്ങളാക്കി മാറ്റിയതോടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ വേഗം ലഭിച്ചു. കീടശല്യം തടയാൻ കർഷകർക്ക് 1864 ഇൻസെക്ട് പ്രൂഫ് നൈറ്റ് ഹൌസുകളും വിതരണം ചെയ്തു. പരിസ്ഥിതി സൗഹൃദ കാർഷിക രീതികൾക്ക് മുൻഗണന നൽകി ജൈവ കൃഷി വിസ്തൃതി ഉയർത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കർഷകരെ പിന്തുണയ്ക്കാൻ കാർഷിക സേവന കേന്ദ്രങ്ങൾ 2,03,600 വിത്ത് പാക്കറ്റുകൾ 21,421 കാർഷിക ഉപകരണങ്ങൾ 10,176 യൂണിറ്റായും വളം 9,780 തൈകൾ എന്നിവ വിതരണം ചെയ്തു. ഉൽപാദനക്ഷമതയും പ്രാദേശിക ഭക്ഷ്യോൽപാദനവും വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഡിജിറ്റൽ കാർഷിക സേവനങ്ങളിലും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ലൈസൻസിംഗ് സംവിധാനത്തിൽ ലഭിച്ച 83,145 അപേക്ഷകളിൽ 82,151 എണ്ണം പൂർത്തിയാക്കി. കാർഷിക പെർമിറ്റ് സംവിധാനത്തിലൂടെ 63,936 അപേക്ഷകൾ സ്വീകരിക്കുകയും 25,537 പെർമിറ്റുകൾ അനുവദിക്കുകയും ചെയ്തു. ആകെ 5.76 ലക്ഷത്തിലധികം ഡിജിറ്റൽ ഇടപാടുകളും ഈ സംവിധാനത്തിലൂടെ പൂർത്തിയാക്കി. ആധുനിക സാങ്കേതിക വിദ്യ, ജൈവ കൃഷി, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഭ്യന്തര കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാൽ ഉൽപാദനം കൂട്ടാൻ കന്നുകാലികളിൽ കുത്തിവെപ്പ്. ഡയറി ഫാമിൽ റെയ്ഡ്. 612 കുപ്പി നിരോധിത മരുന്നുകൾ പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിലെ ഉൽഹാസ് നഗറിലെ ഡയറി ഫാമിൽ പോലീസും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 612 കുപ്പി നിരോധിത ഓക്സിറ്റോസിൻ മരുന്നുകൾ പിടിച്ചെടുത്തു. കന്നുകാലികളിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഹോർമോണുകൾ നിയമവിരുദ്ധമായി കുത്തിവെക്കുന്നതായി സംശയിക്കുന്നു. പ്രതിദിനം 250 ലിറ്ററിലധികം പാൽ വിൽക്കുന്ന ഫാമിലായിരുന്നു ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. റെയ്ഡിന്റെ ഭാഗമായി ഫാമിൽ നിന്നും പിടിച്ചെടുത്ത 100 മില്ലി വീതമുള്ള ഓക്സിറ്റോസിൻ കുപ്പികളിൽ നിർമ്മാണ കമ്പനിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതിനു പിന്നിൽ അന്തർ സംസ്ഥാന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. അത്യാവശ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഓക്സിറ്റോസിൻ പതിവായി നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട്. അത്തരം മൃഗങ്ങളുടെ പാൽ കഴിക്കുന്നത് മനുഷ്യർക്കും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതുകൂടാതെ സ്ഥിരമായി ഹോർമോൺ കുത്തിവെക്കുന്നത് കന്നുകാലികൾക്കും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളക് വിപണിയിൽ അനിശ്ചിതത്വം തുടരുന്നു. വിദേശ ഡിമാൻഡ് കുറഞ്ഞതോടെ കൊച്ചി വിപണിയിലും വില താഴുന്നു. ബ്രസീലിലും ഇന്തോനേഷ്യയിലും പുതിയ കുരുമുളക് വിപണിയിലെത്തുമെന്ന പ്രതീക്ഷ ആഗോള വ്യാപാരത്തെ സ്വാധീനിച്ചു. ഇതോടെ യുഎസിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഇറക്കുമതിക്കാർ വലിയ തോതിലുള്ള വാങ്ങലുകളിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ഉൽപാദനത്തെ എത്രത്തോളം ബാധിച്ചുവെന്ന് വിലയിരുത്തിയ ശേഷമേ പുതിയ ഓർഡറുകളിലേക്ക് കടക്കൂ എന്ന നിലപാടിലാണ് അവർ. അതേസമയം വിയറ്റ്നാമിൽ വിൽപ്പനക്കാർ കുറവായതിനാൽ രാജ്യാന്തര വിപണിയിൽ കുരുമുളക് വില ഇപ്പോൾ നേരിയ റേഞ്ചിൽ തുടരാനാണ് സാധ്യത. ആഭ്യന്തര വിപണിയിൽ കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളകിന് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് 69,900 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.